സോ ക്ലിയർ കട്ട് വേയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കും മുന്നോട്ട് പോകാനായിട്ടുള്ളത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് എ സ്മോൾ ടോപ്പ്. നമ്മൾ ഇന്ന് മുതൽ പുതിയ സബ്ജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി ഒരു 2 days കൊണ്ട്, ചിലപ്പോൾ ഇന്നും നാളെയും കൊണ്ട് നമുക്ക് I+ENT കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മേ ബി മൺഡേയോട് കൂടി നമ്മൾ I+ENT പോർഷൻസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. Yes, good evening all dears. Reshma, good evening. Manju, good evening. All are good evening dears. Then I+ENTക്ക് അകത്ത് നമുക്ക് ഒത്തിരി ഏറെ കാര്യങ്ങളൊന്നും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതായിട്ടില്ല. ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ലൈക്ക് എന്താ എക്സാമിന് ചോദിച്ച് കണ്ട വെച്ചിട്ടാണ് പോർഷൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളപ്പോൾ ഇത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്കൊന്നും കളയാനായിട്ടില്ല, കുറച്ച് നോട്ട്സേ ഉള്ളൂ. പക്ഷേ ആ നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. I+ENTക്ക് അകത്ത് നോർമൽ വാല്യൂസ്, നമ്മൾ ഏതൊക്കെ നോർമൽ വാല്യൂസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. നോർമൽ IOP, വാട്ട് യു മീൻ ബൈ IOP? എന്താ IOP എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ IOP? എനി ഐഡിയ റിഗാർഡിംഗ് IOP? അനുപ, ഗുഡ് ഈവനിങ്. എനി ഐഡിയ വാട്ട് യു മീൻ ബൈ IOP? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? നിങ്ങളുടെ കമന്റ്സ് കുറവാണല്ലോ. യെസ്, വെരി ഗുഡ് നിമ, വെരി ഗുഡ് ബിൻല. യെസ്, നോർമൽ IOP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രാ ഓക്കുലാർ പ്രഷർ, നോർമലി ഉള്ള ഇൻട്രാ ഓക്കുലാർ പ്രഷർ. ഈ നോട്ട്സ് I+ENTയുടെ നോട്ട്സ് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഒന്നുപോലും വിട്ടുപോകാതെ പഠിച്ച് മുന്നോട്ട് പോവുക. നോർമൽ ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10 to 21 mm of Hg ആണ് എന്താ നോർമൽ ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്ന് പറഞ്ഞാൽ. ദെൻ വാട്ട് യു മീൻ ബൈ A+C ഗ്ലോക്കോമ? എന്താ A+C ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താ? A+C ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നാണ് പറയുന്നത് കേട്ടോ. A+C എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. A+C എന്ന് പറഞ്ഞാൽ ആംഗിൾ, ഒരു മിനിറ്റ്, ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? അപ്പം നോർമൽ IOP എന്ന് പറഞ്ഞാൽ 10 to 21 mm of Hgയും A+C ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയാണ്. A+C മീൻസ് അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ. അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ IOP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ ദാൻ 15 to 70 mm of Hgനെ കാട്ടിയും ഹയർ ആയിട്ടായിരിക്കും എന്താ അതിൻ്റെ നോർമൽ വാല്യൂ വരുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ C+C ഗ്ലൂക്കോമ? A+C അക്യൂട്ട് ആംഗിൾ ക്ലോഷർ. അപ്പൊ C+C ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ C+C ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ? ഇനി ഐഡിയ? യെസ്, വെരി ഗുഡ്. A+C എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ ആൻഡ് C+C എന്ന് പറഞ്ഞാൽ ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ. ക്രോണിക് അല്ല, ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ. ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രാ ഓക്കുലാർ പ്രഷർ നമ്മുടെ 13 to 50 mm of Hgയുടെ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും വരുന്നത്. അക്യൂളിലോട്ട് പോകുമ്പോഴത്തേനും ഇൻട്രാ ഓക്കുലാർ പ്രഷർ കൂടുതലും, ക്രോണിക്കിലോട്ട് പോകുമ്പോഴത്തേനും ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേനും ലൈക്ക് എന്താ ഒരു 13 to 50 mm of Hg ലെവലിലായിരിക്കും നിൽക്കുന്നത്. നോർമൽ വിഷൻ എന്ന് പറയുമ്പോഴത്തേന് എത്രയായിരുന്നു? നോർമൽ വിഷൻ എന്ന് പറയുമ്പോൾ 6/6 ആണ്. 6/6 ആണ് എന്താ നോർമൽ വിഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ. ഇൻട്രാ ഓക്കുലാർ പ്രഷറിന്റെ നോർമൽ വാല്യൂ എത്രയാണ്, അതുപോലെ തന്നെ
അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയുടെ നോർമൽ വാല്യൂ എന്താണ്, ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമയുടെ നോർമൽ വാല്യൂ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. I+ENTയുടെ നോട്ട്സ് വളരെ കൂടുതൽ, നമ്മുടെ മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയും ഒക്കെ പഠിച്ചതുപോലെ തന്നെ നോട്ട്സ് വളരെ കുറവാണ്. പക്ഷെ ആ നോട്ട്സിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വി ആർ മൂവിങ് ടു ദി തെറാപ്യൂട്ടിക് പൊസിഷൻ. വാട്ട് യു മീൻ ബൈ തെറാപ്യൂട്ടിക് പൊസിഷൻ? നമ്മൾ ഓരോ സർജറി കഴിയുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഇയർ ഡ്രോപ്സ് ഒക്കെ പുട്ട് ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ എന്തൊക്കെ പൊസിഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത ബേസിക്കായിട്ട് നോക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ച ബേസ് ചെയ്താണ് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാറ്ററാക്ട് സർജറി എന്താണ്, കാറ്ററാക്ട് സർജറി എന്നൊക്കെ ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ടതായിട്ട് നമുക്ക് അത് പഠിച്ച് മുന്നോട്ട് പോകാം. എന്താ ഒരു ആഫ്റ്റർ കാറ്ററാക്ട് സർജറി ഒരു പേഷ്യന്റിന് കാറ്ററാക്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് കൊടുക്കേണ്ട പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ആ പേഷ്യന്റെ ഹെഡ് നമ്മുടെ എലിവേറ്റ് ചെയ്തിരിക്കുക, ലൈക്ക് 13 to 45 ഡിഗ്രി ആംഗിളിൽ പേഷ്യന്റ് ഹെഡ് എലിവേറ്റ് ചെയ്തിട്ടായിരിക്കണം കാറ്ററാക്ട് സർജറി കഴിഞ്ഞ പേഷ്യന്റിനെ ലയോൺ ചെയ്യിക്കാനായിട്ട്. ദെൻ നമ്മൾ ഇയർ ഡ്രോപ്സ് അഡൾട്ടിന് പുട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇയർ ഡ്രോപ്സ് നമ്മൾ ചൈൽഡിന് പുട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇയർ ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ഹൈപ്പേർമിയ വരുമ്പോഴത്തേനും എങ്ങനെയാണ് പേഷ്യന്റ് തെറാപ്യൂട്ടിക് പൊസിഷനും കൊടുക്കേണ്ടതുള്ള കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കും മാഡം I+ENT പഠിപ്പിച്ചിട്ട് ഈ നോർമൽ വാല്യൂസും തെറാപ്യൂട്ടിക് പൊസിഷനിങ്ങിനെയൊക്കെ ആണോ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ഇത് മെയിനായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള സിലബസ് ബേസ് വൈസ് തന്നിട്ടുള്ള നോട്ട്സ് ആണ്. മെയിൻലി നിങ്ങൾ ഓവർലി കൺസേൺഡ് ആയിട്ടുള്ള ഇൻഡെപ്തായിട്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ബേസ് ചെയ്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും വിട്ടു പോകരുത്. ദെൻ ഈ ഒരു ബേസിക്കുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസീസ് കണ്ടീഷൻസും അതുപോലെ തന്നെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കാം. നമ്മൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് എങ്ങനെയാണ് പൊസിഷൻ കൊടുക്കുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസേഴ്സ് കമന്റ് ചെയ്തേ. കാറ്ററാക്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് എങ്ങനെയാണ് പൊസിഷൻ കൊടുക്കുന്നത്? യെസ്, വെരി ഗുഡ്. കാറ്ററാക്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരെ ഹെഡിന് എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ലൈക്ക് 30 to 45 ഡിഗ്രി ആംഗിളിൽ. അതുപോലെ തന്നെ നമ്മൾ മെയിൻലി നമ്മുടെ ഇയർ ഡ്രോപ്സ് അഡൾട്ടിന് പുട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ജനറലി നമ്മൾ പുൾ ചെയ്യുക ഹോൾഡ് ഇയർ അപ്പ് ആൻഡ് ബാക്ക്, നമ്മുടെ അപ്പ് ആൻഡ് ബാക്ക് രീതിക്കായിരിക്കും ഇയർ ഹോൾഡ് ചെയ്യുന്നത്. അത് കുഞ്ഞു പിള്ളേരോട്ട് വരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും? ഡൗൺ ആൻഡ് ബാക്കിലോട്ടായിരിക്കും ഇയർ ഹോൾഡ് ചെയ്യേണ്ടത്. ദെൻ ഹൈപ്പർമിയ വരുന്ന സമയത്ത് പേഷ്യന്റ് സെമി ഫൗളോസ് പൊസിഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തെറാപ്യൂട്ടിക് പൊസിഷൻ മെയിൻ ആയിട്ട് 4 പഠിച്ചത്. ഏതൊക്കെയാ? കാറ്ററാക്ട് സർജറി കഴിയുന്ന സമയത്ത് പേഷ്യന്റ് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എലിവേറ്റ് ചെയ്യുക ഒരു 13 to 45 ഡിഗ്രി ആംഗിൾ എന്ന രീതിക്ക് പേഷ്യന്റ് ഹെഡ് നമ്മൾ എലിവേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർ അഡൾട്ടിനാണെങ്കിൽ നമ്മൾ ഇയർ ഡ്രോപ്സ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലൈക്ക് എന്താ അപ്പ് ആൻഡ് ബാക്ക് പൊസിഷൻ അല്ലെങ്കിൽ അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന രീതിക്കാണ് നമ്മുടെ ഇയർ ബോഡിൽ ജനറലി പുൾ ഓൺ ചെയ്യേണ്ടത്. പക്ഷെ ഇത് കുഞ്ഞു പിള്ളേരോട്ട് പോകുമ്പോഴെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഡൗൺ ആൻഡ് ബാക്ക് എന്ന രീതിക്കാണ് പുൾ ഓൺ ചെയ്യേണ്ടത്. ദെൻ ഹൈപ്പീമിയ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഹൈപ്പീമിയ ഉള്ള ഒരു വ്യക്തിക്കാണ് നമ്മൾ മെയിൻലി സെമി ഫൗളോസ് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? തെറാപ്യൂട്ടിക് പൊസിഷൻ ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് റിഗാർഡിംഗ് തെറാപ്യൂട്ടിക് പൊസിഷൻ? Then we are moving to the therapeutic diet. What are the diet we are providing to the patient എന്ന് ചോദിച്ചാൽ ലൈക്ക് മിനിയേഴ്സ് ഡിസീസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ഉള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ട് 1 by 1 പോകുന്നതാണ്. മിനിയേഴ്സ് ഡിസീസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ സോഡിയം കുറയ്ക്കും, അതുപോലെ തന്നെ ലൈക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആയിരിക്കും നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ഓൺ ചെയ്ത് പോകുക. ക്ലിയർ ആണോ? ദെൻ മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ലോ റെസിന്റ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഐലിഡ്സിനാണെങ്കിൽ മെയിൻ ആയിട്ട് 2 മസിൽസ് വരുന്നുണ്ട്. നമ്മുടെ ഐലിഡ്സിന് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഐലിഡ്സിന് 2
മസിൽസ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർബിക്കുലാരിസ് ഓക്കുലയും അതുപോലെ തന്നെ പാൽപെബ്രസ് സൂപ്പറോറിസ് എന്ന് പറഞ്ഞ 2 മസിൽസ് ആണ് വരുന്നത്. ഇവിടെ ഈ ഓർബിക്കുലാരിസ് ഓക്കുലെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ ഓപ്പൺ ആവുന്നു. ഐ ഓപ്പൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതാ? ഓർബിക്കുലാരിസ് ഓക്കുലെ എന്ന മസിൽസ് നമ്മുടെ ഐലിഡ്സിൽ കൺട്രാക്ട് ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഐ ക്ലോസ് ആവുകയും അതുപോലെ തന്നെ ലിവേറ്റർ പാൽപെബ്രൽ കോൺട്രാക്ട്സ് അത് നമ്മൾ കൺട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് മസിൽസ് ആയതിന്റെ പാൽപെബ്രസ് സുപ്പീരിയറിസ് അത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഐലിഡ് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട്. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏത് മസിലാണ് ഐയെ ക്ലോസ് ചെയ്യിക്കുന്നതും ഏത് മസിലാണ് ഐനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ 2 മസിൽസ് ആണ് നമ്മുടെ ഐലിഡ്സിനകത്ത് വരുന്നത്. ഓർബിക്കുലാരിസ് ഓക്കുലയും അതുപോലെ തന്നെ പാൽപെബ്രസ് സുപ്പീരിയോറിസും ആണ് വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഓർബിക്കുലാരിസ് ഓക്കുലെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഐ ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ ലിവേറ്റർ പാൽപെബ്രൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഐലിഡ്സ് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ഏത് മസിൽസാണ് നമ്മുടെ ഐ ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഐലിഡ്സിൽ 2 മസിൽസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതിൽ ഏത് മസിൽസ് ആണ് നമ്മുടെ ഐസിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സിൽ നിന്ന് ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏത് മസിൽസ് ഹെൽപ്പ് ചെയ്യുന്ന? വിച്ച് മസിൽ ഹെൽപ്പ് ടു ക്ലോസ് ദ ഐ? Yes, very good. Then what do you mean by stye? Second, next we are going to study about the stye. What do you mean by stye? In the stye എന്ന് പറഞ്ഞാൽ എന്താ? In the stye എന്താ? What do you mean by stye? യെസ്, സ്റ്റൈ എന്ന് പറഞ്ഞാൽ യെസ് വെരി ഗുഡ്. സ്റ്റൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്തോളണേ. സ്റ്റൈ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് പെയിൻഫുൾ ലം നിയർ ദി എഡ്ജ് ഓഫ് ദി ഐലിഡ്. നമ്മുടെ ഐലിഡിന്റെ നിയറിലായിട്ട് നമുക്കൊരു പെയിൻഫുൾ ആയിട്ടൊരു ലംപ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റൈ എന്ന് പറയുന്നത്. യെസ് വെരി ഗുഡ്. സ്റ്റൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കേൾക്കുന്നത് നമ്മുടെ കൺപോളയ്ക്ക് മുകളിലായിട്ട് ലൈക്ക് ഒരു ഈ കുരു ഫോം അല്ല, കൺപോളയിൽ ഒരു കുരു വരുന്നതൊക്കെ നമ്മൾ പറയത്തില്ല, അതിനാണ് എന്താ സ്റ്റൈ എന്ന് പറയുന്നത്. സ്റ്റൈ എന്ന് പറഞ്ഞാൽ ഒരു ചുമന്ന കളറിലുള്ള ഒരു പെയിൻഫുൾ അല്ല, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലംബ് നമ്മുടെ ഐലിഡിന്റെ എഡ്ജസിൽ കാണപ്പെടുന്നതിനാണ് നമ്മൾ സ്റ്റൈ എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമ്മുടെ സ്മോൾ ഗ്ലാൻഡിലായി ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. യെസ് വെരി ഗുഡ്. അപ്പൊ സ്റ്റൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുക, ചോദിച്ചിട്ടില്ല, അതൊന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റൈ ഈസ് എ റെഡ് പെയിൻഫുൾ ലം. സ്റ്റൈ ഈസ് എ റെഡ് പെയിൻഫുൾ ലം നിയർ ദ എഡ്ജസ് ഓഫ് ദി ഐലിഡ്. നിയർ ദ എഡ്ജസ് ഓഫ് ഐലിഡ്. മെയിൻ ആയിട്ട് നമ്മുടെ പയോജനിക് ഇൻഫെക്ഷൻ, നമ്മുടെ സെബേഷ്യസിനകത്ത് ഒരു പയോജനിക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്താണ് എന്താ സ്റ്റൈ ഫോർമേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മെനിബോണിയ ഗ്ലാൻഡ് ഓഫ് ദി ഐലിഡ് മാർജിൻ, നമ്മുടെ ഐലിഡ് മാർജിനിലുള്ള മെബോണിയ ഗ്ലാൻഡ്സിന് ഇൻഫ്ലമേഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്താണ് എന്താ സ്റ്റൈ ഫോം ചെയ്യുന്നത്. ഒരു ഡക്ട്, നമ്മുടെ ആ ഡക്ട് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ആവും. എന്തുകൊണ്ടാണ്? ഒരു സിസ്റ്റിക് ഫോർമേഷൻ അല്ലെങ്കിൽ ജലാശയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡക്ട് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ പിള്ളേരെ? സ്റ്റൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺപോളയിൽ അല്ലെങ്കിൽ കണ്ണിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുരു ഫോർമേഷൻ, കൺകൊട്ടി പോലുള്ള സംഭവങ്ങൾ വരുന്നതിന് നമ്മൾ സ്റ്റൈ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പയോജനിക് ഇൻഫെക്ഷൻ, നമ്മുടെ സെബേഷ്യസിന് ഒരു പയോജനിക് ഇൻഫെക്ഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ
മെയ്ബോണിയൻ ഗ്ലാൻസിന് നമ്മുടെ ഐലിഡ്സിന്റെ മാർജിനുള്ള മെയ്ബോണിയൻ ഗ്ലാൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്താണ് സ്റ്റൈ ഉണ്ടാവുന്നത്. ഇവിടെ ഈ സ്റ്റൈ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഡക്ട്സ് ബ്ലോക്ക്ഡ് ആവും. കാരണം എന്ന് പറയുമ്പോൾ സിസ്റ്റിക് ഫോർമേഷൻ നമ്മുടെ ചലാസിയോൺ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡക്ട്സ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ ഈസ് ഇൻഫ്ലാമേഷൻ ഓഫ് ദി ഐലിഡ് മാർജിൻ. നമ്മുടെ ഐലിഡ് മാർജിനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വെലിഫയറൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. ദെൻ അഫാക്കിയ. അതെന്താ അഫാക്കിയ? വാട്ട് യു മീൻ ബൈ അഫാക്കിയ? എന്താ അഫാക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? Yes, good evening, Lenny. What do you mean by aphakia? Any idea what do you mean by aphakia? യെസ്, അഫാക്കിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് ആബ്സെന്റ് ആവുന്ന ഒരു കണ്ടീഷൻ എന്താ അഫാക്കിയ എന്ന് പറഞ്ഞാൽ. അഫാക്കിയ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും വേർ ദ ഐസ് ക്രിസ്റ്റലൈൻ ലെൻസ് ഈസ് ആബ്സെന്റ്, അല്ലെങ്കിൽ ലെൻസ് ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ എന്താ അഫാക്കിയ എന്ന് പറഞ്ഞാൽ. കെരാറ്റോപ്ലാസ്റ്റി. വാട്ട് യു മീൻ ബൈ കെരാറ്റോപ്ലാസ്റ്റി? എന്താ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ? കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കോർണിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനാണ് എന്താ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇതിനകത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മുടെ ഐലിഡ്സിൽ 2 മസിൽസ് എന്നുള്ള കാര്യം പഠിച്ചു. ആ 2 മസിൽസും അതിൽ ഒരു മസിൽസ് നമ്മുടെ ഐനെ ക്ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അടുത്ത മസിൽസ് നമ്മുടെ ഐലിഡിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈ എന്താണെന്നുള്ള കാര്യം പഠിച്ചത്. എന്തിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഡക്ട് ബ്ലോക്ക് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. നമ്മുടെ ഐലിഡ്സിന്റെ മാർജിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതെന്താ കണ്ടീഷൻ വരുന്നത്? Inflammation of the eyelids is called inflammation of the eyelid margin is called വെലിഫയറൈറ്റിസ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് ആബ്സെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെൻസ് ഇല്ലാതെ വരുവാണെങ്കിൽ നമ്മളതിനെ അഫാക്കിയ എന്ന് പറയും. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ പേഷ്യൻസിന്റെ പേര് വല്ലതും ചെന്നിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്ര വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 18 year old man have no crystalline lens. The nurse would be like to know into what kind of disease എന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എന്താ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts regarding today's topic? Any doubts? Any doubts? Yes. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. Then we are moving to the normal investigation we are done to the eye and ENT. നമ്മുടെ കണ്ണിലും അതുപോലെ തന്നെ ചെവിയിലെ ഭാഗത്തും എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾ നോർമലി ചെയ്യാറ്? ഇനി നമ്മൾ നോർമലി ഐക്കൊരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇയറിനൊരു നോർമലി ഐക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ചെയ്യുന്നത്? എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നോർമലി ചെയ്യാറ്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്തേ. എനി ഐഡിയ? യെസ്, യെസ്, വെരി ഗുഡ്. നമ്മുടെ ഐക്ക് അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം വരുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വിഷൻ അസസ്മെന്റ് ചെയ്യാനായിട്ടാണെങ്കിൽ സ്നെല്ലൻസ്റ്റാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന. സ്നെല്ലൻസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ സ്നെല്ലൻസ്റ്റാർട്ട്? എന്താ സ്നെല്ലൻസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ? യെസ്, സ്നെല്ലൻസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഐന്റെ പവർ വിഷ്വലൈസേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഐന്റെ പവറിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്താ സ്നെല്ലൻസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. സ്നെല്ലൻസ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു നമ്മളൊരു 7 ലൈൻസ് വരുന്ന ഒരു ലെറ്റേഴ്സ് ഫോർമേഷൻ വരുന്ന ഒരു ചാർട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് 6 ഫീറ്റിൽ അല്ലെങ്കിൽ 6 മീറ്റേഴ്സിന് പുറകിൽ നിന്നിട്ട് ആ പേഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് അത് വായിക്കാനായിട്ട് പറയുമ്പോൾ ലാസ്റ്റ് ഉള്ള ലൈനും തെറ്റാതെ വായിക്കുവാണെങ്കിൽ 6/6 എന്ന പോയിന്റ് നമ്മളിടും. ദേ ക്യാൻ റീഡ് എന്നുള്ളൊരു കാര്യത്തിലോട് നമ്മൾ പോകും. അപ്പോൾ
ഇതാണ് സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി റീഡ് അറ്റ് 6 meters. ദർ ആർ 7 ലൈൻസ് ഓൺ ദി സ്നെല്ലൻസ് ചാർട്ട്. നമ്മൾ മെയിൻ ആയിട്ടും സ്നെല്ലൻസ് ചാർട്ടിനകത്ത് 7 ലൈൻസ് ആണ് വരുന്നത്. വിത്ത് നമ്മൾ ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫോർമേഷൻ ആണ് വരുന്നത്. അപ്പർ മോസ്റ്റിലാണ് നമ്മൾ ഏറ്റവും അപ്പർ മോസ്റ്റ് ലൈൻ കാണപ്പെടുന്ന ലൈനിൽ 6/6 എന്നാണ് വിഷൻ, 6/60 എന്നാണ് വിഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് ലൈൻ ആണെങ്കിൽ 6/36, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 6/36. ദെൻ തേർഡ് ലൈൻ ആണെങ്കിൽ 6/24. നമ്മൾ നോർമലി 7 ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഫോർത്ത് ലൈൻ ആണെങ്കിൽ 6/18. ദെൻ ഫിഫ്ത്ത് ലൈൻ വരെ ഇൻഡിവിജ്വൽ വായിക്കുവാണെങ്കിൽ 6/12 നമുക്ക് കൊടുക്കാം. ദെൻ ആ പേഷ്യന്റ് 6th ലൈൻ വരെ വായിക്കുവാണെങ്കിൽ 6/9 കൊടുക്കാം. ആ ഇൻഡിവിജ്വൽ 7 വരെ വായിക്കുവാണെങ്കിൽ 6/6 എന്ന നോർമൽ വിഷൻ ആക്ടിവിറ്റി ആണ്. ആ ഇൻഡിവിജ്വലിന് നോർമലി ഉള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് വരും. ഇപ്പൊ നമ്മള് ഒരു കണ്ണിന് പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഐക്ക് വിഷൻ പ്രോബ്ലം ആണെന്നും പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ. നോർമലി അവർ വായിക്കാനായിട്ട് പറയും. ചില ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഫസ്റ്റത്തെ ലൈൻ വായിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചിലവർക്കാണെങ്കിൽ സെക്കൻഡത്തെ ലൈൻ വായിക്കാനായിട്ട് പറ്റും. ചില ആൾക്കാർക്കാണെങ്കിൽ തേർഡ് ലൈൻ വായിക്കാനായിട്ട് പറ്റും. ഏറ്റവും താഴത്തെ ലൈൻ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ സെൻറ്റൻസ് ചാർട്ട് കണ്ടിട്ടുള്ള ആൾക്കാണെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഏറ്റവും തിന്നായിട്ടുള്ള വേർഡ്സ് ആയിരിക്കും, ഏറ്റവും തിന്നായിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും. അത് വായിച്ച് മനസ്സിലായി അല്ലെങ്കിൽ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്രയും 6 meter ഡിസ്റ്റൻസിൽ വായിച്ച് അത് ഓക്കെ ആണെങ്കിൽ വിഷൻ ആക്ടിവിറ്റീസ് ക്ലിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ ഫസ്റ്റ് കാണപ്പെടുന്ന ലൈൻസ് വായിക്കുവാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് വിഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ വായിക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് വിഷൻ വരുന്നുണ്ട്, തേർഡ് ലൈൻ വായിക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് വിഷൻ വരുന്നുണ്ട്, നോർമൽ വിഷൻ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നോട്ട് ഓൺ ചെയ്ത് പോവുക. സ്നെല്ലൻസ് ചാർട്ട് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോർമൽ വിഷൻ എത്രയാ വരുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് കമന്റ് ചെയ്തേ. നോർമൽ വിഷൻ എത്രയാ? നോർമൽ വിഷൻ എത്രയാ? Yes, very good all dears. Then we are moving to study about the next portion in. Clear ആണോ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളത്? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓഡിബിൾ ആണോ? യെസ്. Next we are moving to study about the confrontation test. What do you mean by confrontation test? Confrontation test എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് എന്ന് അറിയപ്പെടും. നമ്മുടെ വിഷ്വൽ ഫീൽഡിനെ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്താ കൺഫോർട്ടേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള സിമ്പിൾ വേ ടു സ്ക്രീൻ ഫോർ വിഷൻ പ്രോബ്ലം. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിഷൻ പ്രോബ്ലംസിനെ എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് എന്താ കൺഫോർട്ടേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മെയിൻലി നമുക്ക് എന്താ പെരിഫറൽ ലൈക്ക് സൈഡ് വിഷനാണ് നമ്മൾ നോർമലി നോക്കുന്നത്.
മെയിൻലി നമ്മൾ ഈ വിഷൻ ലൈക്ക് നമ്മുടെ കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് നമ്മുടെ പെരിഫറൽ വിഷൻ എത്രത്തോളം ഉണ്ട്, നമ്മുടെ പെരിഫറയിൽ അല്ലെങ്കിൽ നമ്മുടെ സൈഡ് വിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് എന്താ നമ്മൾ മെയിൻലി കൺഫർമേഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വ്യൂസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ വിത്തൗട്ട് ലുക്കിംഗ് ഡയറക്റ്റ് നമ്മുടെ അതിലോട്ട് ഡയറക്റ്റ്ലി നോക്കാതെ ഇപ്പൊ നമ്മളിപ്പോ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് നമുക്കിപ്പോ സൈഡിലോട്ടുള്ള വ്യൂ നമുക്ക് കേക്ക് കാണാനായിട്ട് പറ്റുന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മെയിൻലി നമ്മൾ ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ആണെങ്കിൽ നമ്മളിപ്പോൾ എക്സാമിൻ ചെയ്യുന്ന ആളുടെ ഓപ്പോസിറ്റ് ഇരിക്കാനായിട്ട് പറയും. എന്നിട്ട് 1 ഐ ആണെങ്കിൽ നമ്മൾ കവേർഡ് ചെയ്യും ആൻഡ് അതർ ലുക്കിംഗ് ഡയറക്ട്ലി അറ്റ് ദ എക്സാമിൻ. അതുപോലെ ഒരു ഐ കവർ ചെയ്യും. നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് വന്നിരിക്കുകയാണ്, അവർക്ക് കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, ബാക്കി ഇതിലുള്ള നോട്ട്സ് മാത്രം എഴുതിയെടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് വന്നിട്ട് പറയുവാണ് നമുക്കിപ്പോൾ വിഷൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടിരിക്കുന്നു. അപ്പം ഞാനാണ് എക്സാമിനർ എന്ന് ഓർക്കുക. എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റ് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ പേഷ്യൻ്റ് ഒരായി കവർ ചെയ്യും. ആ പേഷ്യൻ്റ് ഒരായി കവർ ചെയ്തിട്ട് ആ പേഷ്യനോട് പറയും അടുത്ത ഐ കൊണ്ട് എൻ്റെ നോസിലോട്ട് നോക്കാനായിട്ട് പറയും. ക്ലിയർ ആണോ? നോസിലോട്ട് നോക്കാനായിട്ട് പറയും. അപ്പം പേഷ്യന്റ് എൻ്റെ നോസിലോട്ട് നോക്കും. നോസിലോട്ട് നോക്കുന്ന സമയത്ത് ദ എക്സാമിനർ വിൽ ദെൻ മൂവ് ദിയർ ഫിംഗേഴ്സ്. എന്നിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ഫിംഗേഴ്സ് ആണെങ്കിൽ വേറെ ഒബ്ജക്റ്റിലോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. പെരിഫറലി നമ്മുടെ സൈഡിലോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പേഷ്യന്റ് നമുക്ക് ആ ഒരു വിഷൻ സെൻട്രലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതാണ് എന്താ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമുക്ക് പേഷ്യന്റിനോട് ചോദിക്കുക നിങ്ങൾക്ക് ആ ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്ക് പെരിഫറൽ വിഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ കൺഫർമേഷൻ ടെസ്റ്റ്. നമ്മൾ പെരിഫറൽ വിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദിസ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു എക്സാമിൻ ദ വിഷ്വൽ ഫീൽഡ്. The examiner move a finger from a non-visible area into the patient's lines of vision. Normally, the examiner and the patient should see the object at the same time. Okay? ലൈക്ക് നമ്മൾ ഒരു കണ്ണ് മൂടി, ആ പേഷ്യന്റ് ഒരു കണ്ണ് മൂടി അടുത്ത കണ്ണ് നമ്മുടെ എക്സാമിന്റെ നോസിലോട്ട് ടിപ്പിലോട്ട് നോക്കാനായിട്ട് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ നമ്മൾ പെരിഫറലി മൂവ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് അത് കാണാനായിട്ട് പറ്റുന്നുണ്ടോ, ആരുടെയും സഹായമില്ലാതെ ആ പേഷ്യന്റ് അത് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതാണ് എന്താ കൺഫർമേഷൻ ടെസ്റ്റ്. നമ്മൾ പെരിഫറലി ഉള്ള വ്യൂ കിട്ടുന്നുണ്ടോ കാര്യം നോക്കുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ്? വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ വായിച്ച് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എവിടെ നിന്ന് വേണോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക കേട്ടോ. ഈസ് ഇറ്റ് ക്ലിയർ ഓൾ? ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മുടെ കളർ വിഷൻ ടെസ്റ്റ്. കളർ വിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഇഷിഹാര ചാർട്ട് അല്ലെങ്കിൽ ഇഷിഹാര ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇഷിഹാര ചാർട്ട് അല്ലെങ്കിൽ ഇഷിഹാര ടെസ്റ്റ് നമ്മൾ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ലൈക്ക് നമ്മുടെ റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ ഇഷിഹാര ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഏത് ടെസ്റ്റ് നമ്മുടെ കളർ വിഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? Which test is used to identify the color vision to the patient? ആൻസേഴ്സ് ഇല്ലേ? യെസ്, വെരി ഗുഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷിഹാര ടെസ്റ്റ് എന്ന് പറഞ്ഞാലും ഇഷിഹാര ചാർട്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമ്മുടെ റെഡ് ഗ്രീൻ കളർ വിഷനൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്താ ഇഷിഹാര ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് മെയിൻലി നമുക്ക്
നമുക്കത് നമ്മുടെ സ്ക്രീൻ നമ്മൾക്ക് റെഡ് ഗ്രീൻ കളർ വിഷനൊക്കെ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പ്രോട്ടോപ്നി ഉണ്ടോ, അല്ലെങ്കിൽ ഡിസ്ട്രോഫിയ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കളർ വിഷൻ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ പ്യൂപ്പിലോട്ട് പോകുമ്പോഴത്തേനും ലൈറ്റ് നമ്മുടെ നോർമലുള്ള ലൈറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നോർമലി പീപ്പിൾ കൺട്രാക്ഷൻ സംഭവിക്കും അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കിപ്പോൾ ലൈറ്റ് നമ്മുടെ പ്യൂപ്പിളിലോട്ട് ഓൾറെഡി ലൈറ്റിന്റെ വേവ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ പീപ്പിൾ കൺട്രാക്ഷൻ ചെയ്യും. ദെൻ ഡിക്രീസ് ലൈറ്റ് കുറയുവാണെങ്കിൽ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യും. ദെൻ എക്സാമിനർ ക്വിക്ലി ബ്രിങ്സ് എ ബീം ഓഫ് ലൈറ്റ് ഫ്രം ദി സൈഡ് ആൻഡ് ഡയറക്റ്റ് ഇൻ ടു ദി ഓൺസ് ഐസ്. Constriction of that eyes is the conjugal response. Like mainly examiner mainly നമ്മുടെ ബീം ലൈറ്റ് നമ്മുടെ സൈലൻ ഡയറക്റ്റ് ഓഫ് ദി ഐലോട്ട് അടിക്കും. ഐലോട്ട് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഐസിന്റെ കോൺസുവൽ റെസ്പോൺസ് കൺസ്ട്രിക്ട് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. ദെൻ ophthalmoscopy. What do you mean by ophthalmoscopy? What do you mean by ophthalmoscopy? എന്താ ophthalmoscopy എന്ന് പറഞ്ഞാൽ എന്താ? Any idea? യെസ്. ophthalmoscopy എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസൈഡ് ഓഫ് ദി ഐ, നമ്മുടെ ഐന്റെ ഇൻസൈഡ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്താ? ophthalmoscopy എന്ന് പറഞ്ഞാൽ. ophthalmoscopyയുടെ ഡെഫിനിഷൻ എഴുതിയെടുത്തോളണേ. ophthalmoscopy definition ഞാൻ പറയുന്നത് നോട്ട് ചെയ്താലേ. ophthalmoscopy is the examination of the ophthalmoscopy is the examination of the ophthalmoscopy is the examination of the inside of eye, inside of eye, inside of eye, specifically in the back part, specifically in the back part, specifically in the back part, also known as fundus, also known as fundus. Ophthalmoscopy യെസ്. ophthalmoscopy എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് ദി ഇൻസൈഡ് ഓഫ് ദി ഐ, നമ്മുടെ ഇൻസൈഡ് ഓഫ് ദി ഐനെ എക്സാമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ophthalmoscopy എന്ന് പറഞ്ഞാൽ. മെയിൻലി നമ്മുടെ ബാക്ക് പാർട്ടാണ്. ഇത് നമ്മൾ ഫണ്ടസ് എന്ന് പറയുന്നുണ്ട്. അതുകൂടെ പറയാം. ophthalmoscopy ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് ദ ഇൻസൈഡ് ഐ, specifically the back part, also known as fundus. ക്ലിയർ ആണോ? ophthalmoscopy ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ ophthalmoscope എന്ന് അറിയപ്പെടുന്നു. Is that clear all? ophthalmoscopy clear ആണോ? ഡൗട്ട്സ് ഉണ്ടോ? യെസ്. Then we are moving to the corneal staining. What do you mean by corneal staining? What do you mean by corneal staining? യെസ്. കോർണിയൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷ്വലി ഉള്ള ഡിസ്കളറേഷനെ ഹൈലൈറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കളറേഷനെ ഹൈലൈറ്റ്, നമ്മുടെ കോർണിയയിലുള്ള ഡിസ്കളറേഷനെ ഹൈലൈറ്റിംഗ് ചെയ്യാനായിട്ടും the clear front part of the ഐന്റെയും that occurs when the dye, നമ്മുടെ ഡൈ എപ്പോഴാണോ ലൈക്ക് ഫ്ലൂറോസിൽ എന്ന് പറയുന്ന ഡൈ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ ഡാമേജ് ഉള്ള അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും നമ്മുടെ കോർണിയയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്താ? കോർണിയൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ. ഏത് ഡൈ ആണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം മറക്കരുത്. ദിസ് ഈസ് എ ടെസ്റ്റ് ദാറ്റ് യൂസ് ആൻ ഓറഞ്ച് ഡൈ, ലൈക്ക് ഓറഞ്ച് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂറോസിൻ ഡൈ. ഏത് ഡൈ നമ്മൾ കോർണിയൽ സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സിൽ നിന്ന് ആൻസേഴ്സ് കമന്റ് ചെയ്തേ. വിച്ച് ഡൈ ഈസ് യൂസ്ഡ് ഫോർ ദി കോർണിയൽ സ്റ്റെയിനിങ്?
യെസ്, മെയിനായിട്ട് നമ്മൾ കോർണിയൽ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡൈ എന്ന് പറഞ്ഞാൽ ഫ്ലൂറോസിൻ എന്ന് പറയുന്ന ഓറഞ്ച് സ്റ്റെയിൻ ആണ്. എന്താ, ഓറഞ്ച് കളറിലുള്ള സ്റ്റെയിൻ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ഡൈ ആണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അതിൽ നമ്മൾ എന്താ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും നമ്മുടെ ഐസിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ അഡ്വൈസ് ദ പേഷ്യന്റ് റിമൂവ് ദ നമ്മളെ കോൺട്രാക്ട് ലെൻസ് അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് എന്തെങ്കിലും പേഷ്യന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പറയും. കാരണം കോൺടാക്ട് ലെൻസ് ഇട്ടിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡൈ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേന് വിഷ്വലൈസേഷൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. സോ നമ്മൾ മെയിൻ ആയിട്ടും കോർണിയൽ സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനോട് കോൺടാക്ട് ലെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പറയുക. അപ്പം കോർണിയൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഒരു ഓറഞ്ച് ഡൈ ആണ്, അതിന് നമ്മൾ ഫ്ലൂറോസിൻ എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു ബ്ലൂ ഡൈയോട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ മെയിൻലി എന്താ നമ്മുടെ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് എന്തെങ്കിലും നമ്മുടെ ഐസിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കോർണിയൽ സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് കോൺടാക്ട് ലെൻസ് എന്തെങ്കിലും പുട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടായിരിക്കും എന്താ ഡൈ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? കോർണിയൽ സ്റ്റെയിനിങ് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ് റിഗാർഡിംഗ് കോർണിയൽ സ്റ്റെയിനിങ്? Any doubts regarding corneal staining? Yes. Very good, dears. Then അതുപോലെ തന്നെ നമ്മൾ കോർണിയൽ സ്റ്റെയിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യന്റിനോട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം. ലൈക്ക് എന്താ, instruct the patient to blink after the dye has been applied to distribute the dye evenly across the cornea. നമ്മൾ കോർണിയയിലോട് ഡൈ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പേഷ്യന്റ് ഐസിനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് പറയുക. അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്താണ് എന്താ നമ്മൾ ഡൈസ് നമ്മുടെ കോർണിയയിലെ മൊത്തത്തിലോട്ട് വ്യാപിക്കുകയും അതിൽ എന്തെങ്കിലും കോർണിയയ്ക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ കോർണിയൽ ഡൈസ് പറഞ്ഞ് ലൈക്ക് ഓറഞ്ച് ഇട്ടുള്ള ഡൈ ഫ്ലൂറോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് കോർണിയയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് അടുത്ത് നമ്മുടെ കോർണിയൽ ഡൈ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഐസ് ബ്ലിങ്ക് ഓൺ ചെയ്യാൻ പറയുക. ബ്ലിങ്ക് ചെയ്യാനായിട്ട് പറയുന്നത് മെയിൻ ആയിട്ട് എന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഡൈസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പേഷ്യന്റിനോട് കോർണിയ ബ്ലിങ്ക് ചെയ്യാനായിട്ട് പറയുക. കോർണിയ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് എന്ന് പറയുമ്പോഴത്തേന് മെയിൻലി ഈ ഡൈസ് നമ്മുടെ കോർണിയയിൽ മൊത്തത്തിൽ വ്യാപിക്കുകയും നമുക്ക് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. Then we are moving to tonometry. What do you mean with tonometry? What do you mean by tonometry? എന്താ ടോണോമെട്രി എന്ന് പറഞ്ഞാൽ? ടോണോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെഷർ ടു പ്രഷർ ഇൻസൈഡ് നമ്മുടെ കണ്ണിനകത്ത് ഒരു പ്രഷർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഈ പ്രഷർ നമ്മൾ ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ യൂസ്ഡ് പ്രൈമർലി ടു അസസ് ആൻഡ് ഇൻക്രീസ് ഓഫ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. നമ്മുടെ ഇൻട്രാ ഓക്കുലർ പ്രഷർ ഇൻക്രീസ് ആകുന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ ടോണോമെട്രി എന്ന് പറഞ്ഞാൽ. നമ്മുടെ നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10 to 21 mm of Hg ആണ്. ട്രോപ്പിക്കാമായിട്ട് ഡ്രോപ്സ് ആണ് നമ്മൾ മെയിൻലി നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ടോണോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണോമീറ്റർ എന്നുള്ള ഡിവൈസ് നമ്മൾ മെയിൻ ആയിട്ടും ലൈക്ക് നമ്മുടെ ഐലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് എത്രത്തോളം ഇൻട്രാ ഓക്കുലർ പ്രഷർ വേരിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്താ ടോണോമെട്രി എന്ന് പറഞ്ഞാൽ. ടോണോമെട്രി ടെസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ചാറ്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്തേ. ടോണോമെട്രി ഈസ് യൂസ്ഡ് ഫോർ ഒന്നും യൂസ് ചെയ്യത്തില്ലേ ടോണോമെട്രി?
യെസ്, വെരി ഗുഡ്. ദെൻ അതുപോലെ തന്നെ ട്രോപ്പിയോകമൈഡ് ഡ്രോപ്സ് ആണ് മെയിൻ ആയിട്ട് പ്യൂപ്പിൾ ഡയലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നോട്ട് ചെയ്തോളണേ. ഏത് മെഡിസിൻ അല്ലെങ്കിൽ ഏത് ഐ ഡ്രോപ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ടോണോമെട്രി പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ഏത് മെഡിസിൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. Then we are going to study about the slit lamp examination. What do you mean by slit lamp examination? എന്താ slit lamp examination എന്ന് പറഞ്ഞാൽ? നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ നമ്മുടെ ആന്റീരിയർ ഒക്കുലാർ സ്ട്രക്ചറിന് എക്സാമിനേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ slit lamp examination? സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പേഷ്യനെ ഇരുത്തിയിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തില്ലേ, നമ്മൾ സിറ്റ് ചെയ്തില്ലേ പേഷ്യനെ. നമ്മളിപ്പം കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മളെ അവിടെ ഇരുത്തിയിട്ട് ഓപ്പോസിറ്റ് എക്സാമിനർ ആണെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആന്റീരിയർ സ്ട്രക്ചറിന്റെ വിഷ്വലൈസേഷൻ ചെയ്യത്തില്ല. അതിനെയാണ് എന്താ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. അലോ എക്സാമിനേഷൻ ഓഫ് ദി ആന്റീരിയർ ഒക്കുലാർ സ്ട്രക്ചർ അണ്ടർ മൈക്രോസ്കോപ്പിക് മാനിഫെസ്റ്റേഷൻ. നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നമ്മുടെ ആന്റീരിയർ ഒക്കുലാർ സ്ട്രക്ചറിനെ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിനാണ് എന്താ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ഇത്രയും പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് അല്ലേ. ദെൻ വാട്ട് യു മീൻ ബൈ ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി? വാട്ട് യു മീൻ ബൈ ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി? യെസ്, ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടും ഒരു ഫ്ലൂറസെന്റ് ഡൈസ് നമ്മൾ യൂസ് ചെയ്യും. ലൈക്ക് ഫ്ലൂറസെന്റ് ഡൈസ് ആയ ഫ്ലൂറസെന്റ് നമ്മുടെ ബ്ലഡ് വെസൽസ് നമ്മുടെ ഓഫ് ദി ഐസിന്റെ ബ്ലഡ് വെസൽസിന് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽഡ് ഇമാജിനേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഒക്കുലാർ സർക്കുലേഷൻ ബൈ എ സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫീസ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡൈ. നമ്മൾ ഒരു ഡൈ അഡ്മിനിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഒക്കുലാർ സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സപ്ലൈസ് ഓഫ് ദി ഐ, നമ്മുടെ ഐസിലുള്ള ബ്ലഡ് സപ്ലൈസിന്റെ കാര്യങ്ങൾ ഇമേജിൻ ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് പഠിച്ചു എന്ന് പറഞ്ഞ് സ്ലിറ്റ് ലാമ്പ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു, അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി എന്താണെന്നുള്ള കാര്യം പഠിച്ചു, അതുപോലെ തന്നെ സ്നെല്ലർ ചാർട്ട് എന്താണെന്നുള്ള കാര്യം പഠിച്ചു, അതുപോലെ തന്നെ കോർണിയൽ സ്റ്റെയിനിങ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു, ഒത്തിരിയേറെ പ്രൊസീജിയേഴ്സ് നമ്മുടെ ഐസിനകത്ത് വരുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഫ്ലൂറസെന്റ് ആൻജിയോഗ്രഫി ക്ലിയർ ആണോ? അതിന്റെ ഡൗട്ട്സ് സിമ്പിൾ നോട്ടിൽ നിങ്ങൾക്ക് ഒരിക്കൽ വായിച്ചത് മനസ്സിലാവുന്ന രീതിക്കുള്ള നോട്ട്സ് അല്ലേ? കൺഫ്യൂസിങ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്നുണ്ടോ? എല്ലാവരുടെ എനർജി ഒക്കെ ഡൗൺ ആണല്ലോ, എന്ത് പറ്റി? നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് വന്നാലോ? എനർജി, യെസ്. ഒന്നോ രണ്ടോ പേര് മാത്രമേ എനർജി ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും എന്ത്? യെസ്, വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. Then we are moving to nurses intervention. കാണുന്നുണ്ടോ സ്ലൈഡ്? വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. വെരി ഗുഡ് ഓൾ ഡിയേഴ്സ്. സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ദെൻ എന്തൊക്കെ നഴ്സസ് ഇന്റർവെൻഷൻ ആണ് നമ്മൾ നോർമലി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡൈസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മൾ നഴ്സസ് ഇന്റർവെൻഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. മെയിൻ നമ്മൾ
മിട്രിയാട്രിക് ലൈക്ക് എന്താ മിട്രിയാട്രിക് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് മെയിൻലി പീപ്പിൾ ഡയലേഷന് കോസ് ചെയ്യുന്നതാണ്. ഇത് മെയിൻലി ഈസ് ഇൻസ്റ്റൾഡ് 1 hour ബിഫോർ ദ ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റിന് മുന്നേ നമ്മൾ 1 hour മുന്നേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഡ്രോപ്സ് ആണ് എന്താ മിട്രിയാട്രിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ അതുപോലെ തന്നെ പേഷ്യനോട് പറയുക, നമ്മളിപ്പോൾ ഡൈ ഇൻസേർട്ട് ചെയ്തിട്ടാണ് പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ ആ ഡൈ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു യെല്ലോയിഷ് കളറേഷൻ അപ്പിയർ ആവാനായിട്ട് ഒരു ഡൈ ഇൻസേർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു സെവറൽ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സ്കിന്നിൽ ഒരു യെല്ലോയിഷ് അപ്പിയറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളെ മെയിൻലി എന്താ ആ മെഡിക്കേഷൻ്റെ പ്രോബ്ലംസ് കൊണ്ട് വരുന്നത്, അല്ലാതെ അതൊരു അബ്നോർമാലിറ്റീസ് അല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പേഷ്യൻ്റ് ഡൈ ഒക്കെ ഇൻസേർട്ട് ചെയ്തു, വീലോട്ട് പോവുകയാണ്, വീലോട്ട് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ലൈക്ക് ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ അപ്പിയർ ആവുകയാണെങ്കിൽ പേഷ്യൻ്റ് നോർമലി പാനിക് ആവും അല്ലേ, എന്തുകൊണ്ടായിരുന്നു ദൈവത്തിൽ ഇത്രയും നേരം ഇല്ലായിരുന്നൊരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ വരുന്നതൊക്കെ ഓർത്ത് പേഷ്യൻ്റ് പാനിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ പാനിക് ആവാതിരിക്കാനായിട്ട് പേഷ്യനോട് പറയുക, നമ്മൾ ഡൈ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കുറേ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ദർ മേ ബി എ chance of getting skin yellowish coloration. Then inform that the urine നമ്മൾ ഡൈസ് എലിമിനേറ്റ് ആയി പോകുന്നത് കാരണം ഒരു ബ്രൈറ്റ് ഗ്രീൻ കളറിലായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓറഞ്ച് ഡൈ ആണ്, നമ്മൾക്ക് ഓറഞ്ച് ഡൈയുള്ള ഫ്ലൂറസിനാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യനോട് പറയുക യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൈറ്റ് ഗ്രീൻ കളറിലോട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? മിട്രിയാട്രിക് മെഡിക്കേഷൻ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ടും 1 hour ബിഫോർ നമ്മുടെ ടെസ്റ്റിന് ഒരു മണിക്കൂർ മുന്നേ ആണ് പ്രൊവൈഡ് ചെയ്തുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻ്റെ അടുത്ത് മെയിൻലി എന്താ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ടും ലൈക്ക് എന്താ ഒരു ബ്രൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുള്ള യൂറിൻ അപ്പിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡൈ എലിമിനേറ്റ് ആയി പോകുന്നതിലൂടെ കൊണ്ട് തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്രൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള യൂറിൻ വരാനുള്ള ചാൻസ് ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ദെൻ ഇൻസ്ട്രക്ടർ ടു അഡ്വൈസ് ഡയറക്റ്റ് സൺലൈറ്റ് ഫോർ ഫ്യൂ അവേഴ്സ് ആഫ്റ്റർ. നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പേഷ്യനോട് പറയുക നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് നേരത്തേക്ക് സൺലൈറ്റിലോട്ട് എക്സ്പോഷർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ലൈക്ക് നമുക്ക് inform photophobia will remain until the pupil size become normal. നമ്മൾ pupil size നോർമൽ ആയാലും ഫോട്ടോഫോബിയ അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഫോട്ടോഫോബിയ നമുക്ക് കണ്ടോട്ടത്തിനൊരു വിഷ്വലൈസേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. ഫോട്ടോഫോബിയ അത് റിമെയിൻ ചെയ്ത് നിൽക്കുന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നഴ്സസ് ഇന്റർവെൻഷനാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? യെല്ലോയിഷ് ഡിസ്കളറേഷൻ വരാനുള്ള ചാൻസ്, അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ യൂറിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെയിലത്ത് പോയി നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ദെൻ ഫോട്ടോഫോബിയ ലൈക്ക് എന്താ പ്യൂപ്പിൾസ് നോർമൽ സൈസിലോട്ട് പോയാലും ഫോട്ടോഫോബിയ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നഴ്സസ് ഇന്റർവെൻഷനകത്ത് വരുന്നത്. ക്ലിയർ ആണോ? നഴ്സസ് ഇന്റർവെൻഷൻ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് റിഗാർഡിംഗ് നഴ്സസ് ഇന്റർവെൻഷൻ? യെസ്. ഇപ്പോൾ ടൈം 9:42 ആയിട്ട് നിങ്ങളൊരു 3 minutes ബ്രേക്ക് എടുക്കുക. 9:45 ആകുമ്പോഴത്തേനും എല്ലാവരും റീബാക്ക് ചെയ്യുക. ഗോ ഫോർ ദ ബ്രേക്ക് ഡിയേഴ്സ്.
യെസ്, ബാക്ക് ഡിയേഴ്സ്. നമ്മൾ ഐക്ക് ഐയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് ചെയ്തിട്ട് അതിലെ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദെൻ വി ആർ മൂവിങ് ടു ദി ENT. ENTക്കകത്ത് നമ്മൾ എന്തൊക്കെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ENTക്കകത്ത് മെയിൻലി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാ ഓയിസ് ടെസ്റ്റ് ചെയ്യുന്നത്? യെസ്, ഓയിസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പേഷ്യൻ്റ് അത് കേൾക്കാനായിട്ട് പറ്റുന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുക. ദെൻ വാച്ച് ടെസ്റ്റ്, നമ്മുടെ വാച്ച് നമ്മൾ മെയിൻലി നമ്മുടെ പേഷ്യൻ്റ് ചെവിക്ക് വെച്ചിട്ട് നമ്മൾ വാച്ചിൻ്റെ ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുള്ള കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്യൂണിങ് ഫോർക്ക് നമ്മൾ വെച്ചിട്ട് വൈബ്രേഷൻ അറിയാൻ പറ്റുന്നുള്ള കാര്യം നോക്കും. ദെൻ വെബേഴ്സ് ടെസ്റ്റ് ടെസ്റ്റ് നമ്മൾ നാച്ചുറൽ പൾസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിലേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായി നമ്മുടെ അസസ്മെൻറ്റ് ഓഫ് ഹിയറിംഗ് ആൻഡ് ബാലൻസ്. നമ്മുടെ ഹിയറിംഗും ബാലൻസും അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് മെയിൻലി യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ദെൻ ഓക്കെ, ഫൈൻ രേഷ്മ. അപ്പോൾ ഇത്രയും മെയിൻലി നമ്മൾ ENTക്കകത്ത് ചെയ്യുന്ന ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വോയിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വാച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്യൂണിങ് ഫോർക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെബേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിനേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ടെസ്റ്റാണ് നമ്മൾ മെയിൻലി ENTക്കകത്ത് വരുന്നത്. അപ്പോൾ ഇത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ വെസ്റ്റിബുലാർ അസസ്മെന്റ് നമ്മൾ റോംബർഗ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. റോംബർഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ റോംബർഗ് ടെസ്റ്റ്? What do you mean by Romberg test? റോംബർഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആണ്. ദെൻ മെയിൻലി നമ്മുടെ ബാലൻസും കോർഡിനേഷനും പേഷ്യൻറ്റിന് ഒരു ഇൻഡിവിജ്വലിന് ബാലൻസും കോർഡിനേഷനും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ത് റോംബർഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പേഷ്യനോട് നമ്മൾ പറയും അവരത് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഫീറ്റ് രണ്ടും ഒരുമിച്ച് ചേർത്ത് വെക്കാനായിട്ട് പറയും. എന്നിട്ട് ഹാൻഡ് ലൂസ് ആയിട്ട് ലൈക്ക് എന്താ ഹിപ്പ് റീജിയനിലോട്ട് ലൂസ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറയും. എന്നിട്ട് അവരുടെ അടുത്ത് ഒരു 13 സെക്കൻഡ്സ് എന്താ പറയുന്നത് ഐസ് ക്ലോസ് ചെയ്യാനായിട്ട് പറയുക. ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ബാലൻസിന്റെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്താ വെസ്റ്റിബുലാർ അസസ്മെന്റിനകത്ത് റോംബർഗ് ടെസ്റ്റിനകത്ത് വരുന്നത്. ക്ലിയർ ആണോ? റോംബർഗ് ടെസ്റ്റ് ക്ലിയർ ആണോ? ആർക്കെല്ലാം ഡൗട്ട്സ് ഉണ്ടോ? കോർഡിനേഷനും അതുപോലെ തന്നെ ബാലൻസും അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്താ റോംബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. റോംബർഗ് ടെസ്റ്റ് ക്ലിയർ ആണോ? Any doubts regarding Robert's test? Yes. Any doubts? Yes. Next, we are going to study about the astigmatism. What do you mean by astigmatism? And the astigmatism എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by astigmatism? യെസ്, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടും കോർണിയൽ കർവേച്ചറിന് ചേഞ്ചസ് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ. നമ്മളപ്പം ഡിസീസ് കണ്ടീഷനിലോട്ട് പോവുകയാണ്. വാട്ട് യു മീൻ ബൈ അസ്റ്റിഗ്മാറ്റിസം? യെസ്, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമുക്ക് കോമൺ ആയിട്ടുള്ള അതുപോലെ ജനറലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ എന്താ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ. ഇവിടെ ലൈക്ക് നമ്മുടെ കർവേച്ചർ ഓഫ് ദി ഐയിൽ ഒരു ഇൻപെർഫെക്ഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോർണിയൽ കർവേച്ചറിൽ ഒരു ഇൻപെർഫറേഷൻസോ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് എന്താ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ. മെയിൻലി അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജിന് നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസ് പ്രൊവൈഡ് ചെയ്താണ് എന്താ അസ്റ്റിഗ്മാറ്റിസം ക്ലിയർ ചെയ്ത്. നമ്മൾ നോർമലി അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കോർണിയൽ കർവേച്ചറിന് യെസ് വെരി ഗുഡ് നമ്മുടെ കോർണിയൽ കർവേച്ചറിന് ചേഞ്ചസോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് അസ്റ്റിഗ്മാറ്റിസം. ഇതിന്റെ മെയിൻ ആയിട്ട് കൊടുക്കുന്ന മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിലിണ്ടറിക്കൽ ലെൻസ് പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്താ അസ്റ്റിഗ്മാറ്റിസം കൊടുക്കുന്ന മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി പ്രസ് ബയോപ്പിയ. വാട്ട് ഡു യു മീൻ ബൈ പ്രസ് ബയോപ്പിയ?
What do you mean by presbyopia? Presbyopia എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നാച്ചുറലി ഒക്കർ ആവുന്നതാണ് എന്താ presbyopia എന്ന് പറഞ്ഞാൽ. presbyopia നോർമലി ഏജ് റിലേറ്റഡ് ചേഞ്ചസ്, നമ്മുടെ ഏജ് ആവുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എന്താ presbyopia എന്ന് പറഞ്ഞാൽ. ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഇൻ ദ ഐ ദറ്റ് മാക്സ് ഇറ്റ് ഹാർഡർ ടു ഫോക്കസ് ഓൺ ക്ലോസ് ഒബ്ജക്ട്. നമുക്ക് ഒരു ക്ലോസ് ഒബ്ജക്റ്റിലോട്ട് ഇത് ക്ലോസ് അല്ലെങ്കിൽ ഒരു ക്ലോസ് ഒബ്ജക്റ്റിലോട്ട് നമുക്കതിനെ ക്ലോസ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ നമുക്കതിന് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ക്ലോസ് ഒബ്ജക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇത് നോർമലി ഉള്ളത് തന്നെയാണ്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് എന്താ presbyopia എന്ന് പറഞ്ഞാൽ. അപ്പോൾ presbyopia ഈസ് ദ ലെൻസ് ലൂസ് എലാസ്റ്റിക് ഡ്യൂ ടു ഏജ്. നമ്മുടെ ലെൻസിന്റെ ലൈക്ക് എന്താ ലെൻസ് എന്താ അത് ലൂസൺ ആവുന്നുണ്ട് നമ്മുടെ ഏജിന്റെ കാരണത്താലാണ്. അവിടെ മെയിൻ ആയി നമുക്കൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഇൻഡിവിജ്വൽസിന് ഒരു ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറയാനായിട്ട് പറ്റും. നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമെട്രിക്സ് ഫീൽ it is an appropriate to introduce children to soft contact lens between the age of 10 to 13 years old. ഒരു മിനിറ്റ്. ചില പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ തന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ നോർമലി ഒരു 10 to 12 ഇയേഴ്സ് ഓഫ് ഓൾഡ് ആകുമ്പോഴത്തേനും തന്നെ നമ്മൾ ലൈക്ക് എന്താ ഒരു കോൺട്രാക്ട് ലെൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഈ പേഷ്യൻസിനാണെങ്കിൽ ഒരു 20 ഇയേഴ്സ് കഴിയുമ്പം അല്ലെങ്കിൽ 20 ഇയേഴ്സ് ഓഫ് ഏജ് കഴിയുമ്പം ലാക്സിസ് റിഫ്രാക്റ്റീവ് സർജറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ നോർമൽ ഐ. This is a normal eye. Light rays focus on the retina. നമ്മുടെ റെറ്റിനോയിലോട്ട് ലൈറ്റ് റേറ്റ് ഫോക്കസ് ചെയ്യുന്നതാണ് എന്താ നോർമൽ ഐ. നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടി വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ദിസ് ഈസ് എ നോർമൽ ഐ. നോർമൽ ഐയിലാണെങ്കിൽ എങ്ങനെയാ ലൈറ്റ് റേസ് നമ്മുടെ റെറ്റിനയിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ മയോപ്പിയ. വാട്ട് യു മീൻ ബൈ മയോപ്പിയ? മയോപ്പിയ എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് നമ്മുടെ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന, നമ്മുടെ റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നോർമൽ ഐയിലാണെങ്കിൽ ലൈറ്റ്സ് നമ്മുടെ റെറ്റിനയിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ മയോപ്പി ആണെങ്കിൽ നമ്മുടെ ലൈറ്റ്സ് ആണെങ്കിൽ നമ്മുടെ നോർമലി നമ്മുടെ ഫ്രണ്ട് ഓഫ് ദി റെറ്റിനയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ദെൻ അസ്റ്റിഗ്മാറ്റിസം. വാട്ട് യു മീൻ ബൈ അസ്റ്റിഗ്മാറ്റിസം? അസ്റ്റിഗ്മാറ്റിസം എന്ന് ചോദിച്ചാൽ റൈറ്റ് ലൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1 പോയിന്റ്സ് നമ്മുടെ ലൈറ്റ് റൈസ് ഫോക്കസ് ഓൺ മോർ ദാൻ 1 പോയിന്റ്സ്, ഒന്നോ അതിലധികമോ പോയിന്റ്സിലോട്ട് റൈറ്റ് ലൈസ് ഫോക്കസ് ചെയ്യുകയും ഇവിടെ അൺഈക്വൽ റിഫ്രാക്ഷൻ ആയിരിക്കും. ഡിഫറെന്റ് ലൈറ്റ് വരുമ്പോഴത്തേക്കും അതായത് അൺഈക്വൽ റിഫ്രാക്ഷൻ ആയിരിക്കും വരുന്നത്. ദെൻ ഹൈപ്പർ മെട്രോപ്പിയ. വാട്ട് യു മീൻ ബൈ ഹൈപ്പർ മെട്രോപ്പിയ? യെസ്, ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൈസ് ഫോക്കസ് ബിഹൈൻഡ് ദ റെറ്റിന, നമ്മുടെ റെറ്റിനയുടെ ബിഹൈൻഡിലോട്ട് ഫോക്കസ് ചെയ്യുകയാണ് എന്താ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ലെൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മയോപ്പി എന്താണ്, അസ്റ്റിഗ്മാറ്റിസം എന്താണ്, ഹൈപ്പർമെട്രോപ്പി എന്താണ്, ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുപോലും നമുക്ക് ലൈക്ക് എന്താ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. യെസ്, ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി സ്ക്വിൻറ്റ്. വാട്ട് യു മീൻ ബൈ സ്ക്വിൻറ്റ്? എന്താ സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സ്ക്വിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ സ്ക്വിൻറ്റ്? യെസ്, വാട്ട് യു മീൻ ബൈ സ്ക്വിൻറ്റ്? നമ്മുടെ കോങ്കൺ എന്നൊക്കെ പറയത്തില്ലേ?
സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാർബിസ്മസ് അല്ലെങ്കിൽ സ്ക്വിൻഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ കോങ്കൺ ഒരു കണ്ണിന് കറക്റ്റ് ഡയറക്ഷൻ കിട്ടാതെ സ്ലൈഡ് കാണുന്നുണ്ടോ പിള്ളേരെ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? യെസ്. സ്ക്വിൻ അല്ലെങ്കിൽ സ്റ്റാർബിമസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ദീസ് ആർ മാൽ അലൈൻമെന്റ് ഓഫ് ദി ഐസാക് ഇൻ വിച്ച് റൈറ്റ് ആൻഡ് ദ ഒരു മിനിറ്റ് സ്ലൈഡ് കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, there are malalignment of the eye sac in which right and left eye are pointed in different direction. നമ്മുടെ ഇടത് കണ്ണും വലത് കണ്ണും ഡിഫറെന്റ് ഡയറക്ഷനിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു മിസ് അലൈൻമെന്റ്, നമ്മുടെ ഐസിലുള്ള ഒരു മിസ് അലൈൻമെന്റിനെയാണ് നമ്മൾ സ്ക്വിൻഡ് എന്ന് പറയുന്നത്. ദെൻ കോസസ്, വാട്ട് ആർ ദ കോസസ് ഓഫ് മെയിൻലി, എന്തൊക്കെ കാരണത്താലായിരിക്കും മെയിൻലി സ്കിൻ ഉണ്ടാവുന്നത്? മെയിൻലി ഉണ്ടാവുന്ന സ്കിൻ എന്ന് പറഞ്ഞാൽ വീക്കൺ എക്സ്ട്രാ ഓക്കുലർ മസിൽ, നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് വീക്കൺ ആവുന്ന സമയത്ത് ആണ് മെയിൻലി എന്താ സ്കിൻ ഉണ്ടാവുന്നത്. നോർമലി നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽ, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏത് ലൈക്ക് എന്താ എന്തിന്റെ പ്രോബ്ലംസാലാണ് അല്ലെങ്കിൽ ഏത് മസിൽസിന്റെ വീക്ക്നെസ് കാരണമാണ് സ്കിൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ കാരണമാണ് സ്കിൻ ഉണ്ടാവുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് വീക്കൻഡ് ആവുന്ന സമയത്താണ് എന്താ സ്കിൻ ഉണ്ടാവുന്നത്. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസ്, വാട്ട് ഈസ് മീൻ ബൈ സൈൻസ് ആൻഡ് സിംറ്റംസ്? ഈ സ്കിന്നിന് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ മെയിൻലി പ്രൈമറി സയൻസ് ഓഫ് ദി സ്കിൻ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ദറ്റ് ഈസ് നോട്ട് സ്ട്രെയിറ്റ്, അവർക്കൊരിക്കലും ലൈക്ക് എന്താ നോർമലി നോക്കുന്ന നമ്മൾ നോർമലി ഉള്ള വിഷ്വലൈസേഷൻ പോലെ ആയിരിക്കത്തില്ല അല്ലേ? ലൈക്ക് നമ്മൾ കോങ്കൺ എന്നൊക്കെ പറയത്തില്ലേ, അവരെ ഇടതും വലതും കണ്ണൊക്കെ ഡയറക്ഷൻ ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു ഡയറക്ഷൻ, ഒരു സ്ട്രെയിറ്റ് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. ദെൻ അതുപോലെ തന്നെ ടിംഗ്ലിങ് ദ ഹെഡ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ടു സീ ദ ഒബ്ജക്ട്. നമ്മൾ ഇപ്പോൾ ഇടതോട്ടുള്ള സാധനം കാണണമെങ്കിൽ നമ്മുടെ നമ്മളെ ഹെഡ് ഒന്ന് ടിംഗ്ലിങ് ചെയ്താൽ മാത്രമേ അവർക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് മെയിൻ സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്കിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് റൈറ്റ് ഐയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഐയും ഡിഫറെൻറ്റ് ലൈക്ക് എന്താ അവരുടെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയി നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് വീക്കെൻഡ് ആവുന്ന സമയത്താണ് എന്താ നമുക്ക് സ്കിൻ ഉണ്ടാവുന്നത്. സ്കിൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽസിനാണെങ്കിൽ അവർക്ക് സ്ട്രെയിറ്റ്ലി ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ അതുപോലെ തന്നെ അവർക്ക് ഒരു സെയിം സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സീൻ ചെയ്യണമെങ്കിൽ, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെ സീൻ ചെയ്യണമെങ്കിൽ അവരെന്താ അവരുടെ ഹെഡ് ടിംഗ്ലിങ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ ഫൈൻ ശരണ്യ, സ്കിൻ ക്ലിയർ ആണോ? യെസ്, സ്കിൻ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്കിൻ ക്ലിയർ ആണോ? യെസ്. This is the pictorial representation of the squint eye. No, this is the normal eye. This is the exotrophy. അതായത് എഴുതിയെടുത്തോളെ. എസോട്രോഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് ഇൻവേർഡ്ലി ടേൺ ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിന്റെ ടൈപ്സ് ആണ് ഇത്. എക്സോട്രോഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് ഇൻവേർഡിലോട്ട് ടേൺ ചെയ്യുന്നതാണ് എന്താ എസോട്രോഫിയ എന്നും. ദെൻ എക്സോട്രോഫിയ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡിലോട്ട് ടേൺ ചെയ്യുന്ന. പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ കാണുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു മനസ്സിലാക്കുന്നു.
Okay, take care of your child, Archana. സ്ക്വിൻറ്റിന് മെയിൻലി നമ്മുടെ നോർമൽ സ്കിൻ, നോർമൽ ഐ എങ്ങനെയെന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ എക്സോട്രോഫിയ എന്ന് പറഞ്ഞാൽ ഐസ് നമ്മുടെ ഇൻവേർഡിലോട്ട് ടേൺ ചെയ്യുന്ന എക്സോട്രോഫിയയും, ദെൻ എക്സോട്രോഫിയ ഐസ് ഇൻവേർഡിൽ ഇൻവേർഡിലോട്ട് ട്രാൻ ചെയ്യുന്നത്. XO ആണെങ്കിൽ നമ്മുടെ ഐസ് ലൈക്ക് ഔട്ട്വേർഡിലോട്ട് ട്രാൻസ്ഫോർ ചെയ്യുന്ന കേട്ടോ. ആ ഒരു ഡിഫറൻസിയേഷൻ പഠിക്കുന്നത് നിങ്ങൾ. ദെൻ ഹൈപ്പോട്രോഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് ഡൗൺവേർഡിലോട്ട് ടേൺ ചെയ്യുന്നത്, ഡൗൺവേർഡിലോട്ട് പോകുന്നത് ഹൈപ്പോട്രോഫിയും. ദെൻ ഹൈപ്പർ എന്ന് പറയുമ്പോൾ കൂടുന്നല്ലേ, ഹൈപ്പർ എന്ന് പറയുമ്പോൾ അപ്വേർഡിലോട്ട് ടേൺ ചെയ്യുന്നതിന് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എസോട്രോഫി എന്താണ്, എക്സോട്രോഫി എന്താണ്, ദെൻ ഹൈപ്പോട്രോഫി എന്താണ്, ഹൈപ്പർട്രോഫി എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചോയ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കും മുന്നോട്ട് പോവേണ്ട കേട്ടോ. എക്സോട്രോഫിയ എന്ന് പറഞ്ഞാൽ ഇൻവേർഡിലോട്ട് ഐസ് ടേൺ ചെയ്യുന്നത്. ദെൻ എക്സോട്രോഫിയ എന്ന് പറഞ്ഞാൽ ഐസ് ഔട്ട്വേർഡിലോട്ട് ടേൺ ചെയ്യുന്നത്. ദെൻ ഹൈപ്പോട്രോഫിയ എന്ന് പറഞ്ഞാൽ ഐസ് ഡൗൺവേർഡിലോട്ട് ടേൺ ചെയ്യുന്നത്. ദെൻ ഹൈപ്പർട്രോഫിയ എന്ന് പറഞ്ഞാൽ ഐസ് അപ്വേർഡിലോട്ട് ടേൺ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? യെസ്. Then we are moving to the diagnosis. നമ്മൾ നോർമലി ചെയ്യുന്ന ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ കോർണിയൽ ലൈറ്റ് റിഫ്ലെക്സ് ആണ് മെയിൻലി നമ്മൾ സ്ക്വിൻറ്റിന് ചെയ്യുന്നത്. കോർണിയൽ ലൈറ്റ് റിഫ്ലെക്സ് ആണ് ചെയ്യുന്നത്. ദെൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്ലൂഷൻ തെറാപ്പിയാണ് മെയിൻലി. പാച്ചിങ് ട്രീറ്റ്മെന്റ്, നമ്മൾ പാച്ചിങ് ഈസ് ദ ഗുഡ് ഐ ടു സ്ട്രെങ്തൻ ദ ഐ. നമുക്ക് ഇപ്പോൾ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് വീക്കൺ ആയതുകൊണ്ടാണ് സ്കിൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കോങ്കണ്ണ് പോലുള്ള കണ്ടീഷൻ ഉണ്ടാകുന്ന എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ആ വീക്കൺഡ് ആയിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്നതാണ് എന്താ ഒക്ലൂഷൻ തെറാപ്പിയിലോട്ട് ചെയ്യുന്നത്. സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻലി നമ്മുടെ സർജിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി സർജിക്കൽ തെറാപ്പി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീക്കൻഡ് ആയുള്ള മസിൽ, നമ്മൾ നോർമലി പഠിച്ചു നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിലിന് വീക്ക്നെസ് ഉണ്ടാകുന്ന സമയത്താണ് എന്താ സ്കിൻ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഈ വീക്കൻഡ് ആയിട്ടുള്ള സ്ട്രെങ്തൻ, അല്ലെങ്കിൽ വീക്കൻഡ് ആയിട്ടുള്ള ഐ നമ്മൾ സ്ട്രെങ്തൻ ആക്കുക. ആ ഐ സ്ട്രെങ്തൻ ആവുന്ന സമയത്ത് എന്താ നോർമലി ആ വിഷൻ സ്ട്രെയിറ്റ് ആവുകയും ആ ഇൻഡിവിജ്വൽ നോർമലി ഉള്ള ഇൻഡിവിജ്വൽസ് വിഷൻ ചെയ്യുന്നത് പോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ദെൻ വി ആർ മൂവിങ് ടു സർജിക്കൽ ട്രീറ്റ്മെന്റ്. സോറി, നമ്മുടെ ലീഗലി ബ്ലൈൻഡ്. വാട്ട് യു മീൻ ബൈ ലീഗലി ബ്ലൈൻഡ്? എന്താ ലീഗലി ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ലീഗലി ബ്ലൈൻഡ്? യെസ്, ലീഗലി ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ആക്ടിവിറ്റി ലെസ് ദാൻ 6/16 is legally bound. Like legally blind എന്ന് പറഞ്ഞാൽ വിഷ്വൽ ആക്ടിവിറ്റീസ് 6/16 കാട്ടി ലൈക്ക് എന്താ കുറയുന്നതാണ് എന്താ ലീഗലി ബ്ലൈൻഡ് എന്ന് പറയുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ 6/6 എന്താണെന്നുള്ള കാര്യം ചോദിക്കാൻ ചാൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ കൺജങ്ക്റ്റിവൈറ്റിസ്? എന്താ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ കൺജങ്ക്റ്റിവൈറ്റിസ്? എന്താ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ കൺജങ്ക്റ്റിവൈറ്റിസ്? വാട്ട് യു മീൻ ബൈ കൺജങ്ക്റ്റിവൈറ്റിസ്? എനി ഐഡിയ? യെസ്, കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺജങ്ക്റ്റീവയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിന് എന്താ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. യെസ്, വെരി ഗുഡ്. അപ്പൊ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഈസ് ദ ഇൻഫ്ലാമേഷൻ ഓഫ് ദി കൺജങ്ക്റ്റീവ. നമ്മുടെ കൺജങ്ക്റ്റീവയ്ക്ക് ഇൻഫ്ലാമേഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് എന്താ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ദെൻ കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ അപ്പാസിറ്റി ഓഫ് ദി ലങ്സ്, നമ്മുടെ ലങ്സിന് അപ്പാസിറ്റി, നമ്മുടെ ലങ്സിന്റെ അപ്പാസിറ്റി കാരണം ഉണ്ടാകുന്നതാണ് എന്താ കാറ്ററാക്ട് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കാറ്ററാക്ട്?
What do you mean by cataract? Yes, cataract is an opacity of the lungs. നമ്മുടെ ലങ്സിന് ഒപ്പാസിറ്റി ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് എന്താ കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും മെയിൻ റീസൺ, അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, കോമൺ ആയിട്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് കാറ്ററാക്ട് കാരണമാണ് കേട്ടോ. Then we are moving to the causes of disease. What are the causes എന്ന് വെച്ചാൽ മെയിൻലി ഡയബറ്റീസ് മെലറ്റക്സ് കാരണം ഉണ്ടാവാനുള്ള ചാൻസ്, അതുപോലെ തന്നെ ഗ്ലോക്കോമ, ദെൻ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്റ്റീറോയിഡ്സ് ട്രീറ്റ്മെന്റ് ഒത്തിരി എടുക്കുന്നത് കാരണവും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ പെർസെപ്ഷൻ, നമുക്ക് കളർ പെർസെപ്ഷൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറയും. അതുപോലെ തന്നെ വിഷൻ ബ്ലറിങ് ആയിരിക്കും, കറക്റ്റ് ആയ രീതിക്ക് അവർക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ യെല്ലോയിങ് ഓഫ് കോർണിയ യെല്ലോ കളറായിരിക്കും കാണപ്പെടുന്നത്. മെയിൻ ആയിട്ടുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ കളർ പെർസെപ്ഷൻ കുറയും, അതുപോലെ തന്നെ വിഷൻ ബ്ലറിങ് ആവും, ദെൻ യെല്ലോയിങ് ഓഫ് ദി കോർണിയയിൽ യെല്ലോയിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ എക്സാമിനേഷൻ, നമ്മൾ ഐ എക്സാമിനേഷൻ ചെയ്യുന്നത് ത്രൂ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇത് കാറ്ററാക്റ്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്റാർഡ് റെസിഷൻ, ലൈക്ക് ക്യാപ്സുലാർ പ്രിസർവ്ഡ് തെറാപ്പി പോലെ നമ്മുടെ എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്റാർഡ് റിസഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാ ക്യാപ്സുലാർ കാറ്റാർഡ് റിസഷൻ ചെയ്യുന്നില്ല, രണ്ട് ക്യാപ്സ്യൂൾസിന്, അതുപോലെ തന്നെ രണ്ട് ക്യാപ്സ്യൂൾസിനെ റെൽസിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി നമ്മുടെ കാറ്ററാക്റ്റിനകത്ത് ചെയ്യുന്നത്. അപ്പം കാറ്ററാക്റ്റിനകത്ത് പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലറിങ് വിഷൻ വരാനുള്ള ചാൻസ്, അതുപോലെ തന്നെ യെല്ലോയിങ് കോർണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഐ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. ദെൻ മാനേജ്മെന്റിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിസഷൻ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിസഷൻ ചെയ്യാനുണ്ട്. ദെൻ നഴ്സിംഗ് ഇന്റർവെൻഷൻ, വളരെ നഴ്സിംഗ് ഇന്റർവെൻഷൻ വി ആർ പ്രൊവൈഡിങ് ടു ദാറ്റ് പേഷ്യൻ എന്ന് ചോദിച്ചാൽ മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരി ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് ആയ മിട്രിയാട്രിക്സ്, അതുപോലെ തന്നെ സൈക്ലോപ്ലഡ്ജിസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ പേഷ്യൻസിന്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് കാറ്ററാക്റ്റിനകത്ത് വരുന്നത്. കാറ്ററാക്ട് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കാറ്ററാക്ട് ക്ലിയർ ആണോ? any doubts regarding cataract? Any doubts regarding cataract? Yes. Then we are going to study about the, അതിന്റെ കൂടെ തന്നെ പേഷ്യനോട് പറയുക അവരൊരു 30 to 45 ഡിഗ്രി ആംഗിളിൽ നമ്മളെ ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. കാറ്ററാക്ട് സർജറി കഴിഞ്ഞാൽ പേഷ്യൻ്റെ അടുത്ത് ഒരു 30 to 45 ഡിഗ്രി ആംഗിളിൽ ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യനോട് റാപ്പിഡ് മൂവ്മെന്റും അതുപോലെ തന്നെ സ്ട്രെയിനസ് ആക്ടിവിറ്റീസും കോഫും അതുപോലെ തന്നെ ഹെവി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക കേട്ടോ. അതുകൂടെ നോട്ട് ചെയ്തോളെ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? Elevate the head end of the bed by 13 to 45 degrees. Then avoid rapid movement, staining, cough, lifting heavy object. Then what do you mean by glaucoma? And the glaucoma എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by glaucoma? നമ്മുടെ അക്യൂസ് ഹ്യൂമർ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗ്ലൂക്കോമ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് അക്യൂസ് ഹ്യൂമർ വിത്തിൻ ദ ഐ ഗ്രാജുവലി ഇൻക്രീസ് ദ ലെവൽ. നമ്മുടെ നോർമൽ ലെവലിനെ കാട്ടി നമ്മുടെ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടുന്നതിനാണ് നമ്മുടെ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഇറിവേഴ്സിബിളി ഡാമേജ് ദ ഒപ്റ്റിക്. നമ്മൾ നോർമലി നമ്മുടെ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ നോർമലി നമ്മുടെ എന്താ, യെസ് വെരി ഗുഡ്,
അത് നോർമലി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒപ്റ്റിക് നെർവിനെ ഡാമേജ് ആക്കുകയും അങ്ങനെ ഒപ്റ്റിക് നെർവിനെ ഡാമേജ് ആക്കുന്നത് ത്രൂ അത് ബ്ലൈൻഡ് ലോസിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി പഠിച്ചു, നോർമലി ഉള്ള IOP എത്രയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ആ നോർമലി ഉള്ള IOPയെ കാട്ടിയും കൂടുമ്പോൾ അതിന്റെ ലെവൽ ഗ്രാജുവലി കൂടുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒപ്റ്റിക്കൽ നെർവിന് ഡാമേജ് സംഭവിക്കും. ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കുന്ന സമയത്ത് നോർമലി എന്താ ഉണ്ടാകുന്നത്? ഒപ്റ്റിക് നെർവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഡിവിജ്വലിനെ കാണാനായിട്ട് പറ്റുമോ? ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നത് കൊണ്ട് തന്നെ ആ ഇൻഡിവിജ്വലിന്റെ വിഷൻ പോവുകയും വിഷൻ പോകുന്ന കണ്ടീഷനാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് കാരണമായിരിക്കും ഗ്ലോക്കോമ വരാ? എനി ഐഡിയ? എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് കാരണം ഗ്ലൂക്കോമ ഉണ്ടാവുന്നത്? നോർമലി ഗ്ലൂക്കോമ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാർക്കാണ് നോർമലി ഗ്ലൂക്കോമ കണ്ടുവരുന്നത്. ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് ഓൾറെഡി നമുക്കറിയാം, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് റെറ്റിനോപ്പതി പ്രോബ്ലംസ് അതുപോലെ തന്നെ വിഷൻ പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ കോർട്ടിക്കോ സ്റ്റീറോയിഡ് തെറാപ്പീസ് ഒരുപാട് എടുക്കുന്ന സമയം നമുക്ക് സ്റ്റീറോയിഡ് തെറാപ്പീസ് ഒരുപാട് എടുക്കുന്നത് കാരണം പേഷ്യന്റിന് ഗ്ലോക്കോമ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ റിസ്ക് ഓഫ് ഗ്ലോക്കോമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് ഉള്ള പേഷ്യൻസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള യൂസസ് കാരണം കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം എന്താ നമുക്ക് മെയിൻലി ഗ്ലൂക്കോമ വരാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഗ്ലൂക്കോമ? എനി ഐഡിയ? What are the signs and symptoms of glaucoma? Yes, signs and symptoms of glaucoma എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കോമഡേഷൻ്റെ ഡിമിനിഷ്ഡ് ആയി പോകും. അതുപോലെ തന്നെ നമ്മുടെ ഐക്ക് ചുറ്റും പെയിൻ ഉണ്ടായിരിക്കും, ബ്ലറിങ് വിഷൻ ആയിരിക്കും, ലൈക്ക് ഹാലോ അറൌണ്ട് ദ ലൈറ്റ്, നമുക്ക് ഒരു ലൈറ്റിലൊരു ഹാലോ അപ്പിയറൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെരിഫറൽ വിഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ. യെസ്, വെരി ഗുഡ് രശ്മി. വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഗ്ലോക്കോമ? What are the signs and symptoms of glaucoma? Any idea regarding signs and symptoms of glaucoma? Yes, very good. Yes, very good. യെസ്, വെരി ഗുഡ് ബിൻല. മെയിൻ ആയിട്ട് നമ്മുടെ അക്കോമഡേഷൻ ഡിമിനിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈൻ ലക്ഷ്മി, ടേക്ക് കെയർ ഓഫ് യുവർ ചൈൽഡ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വിഷൻ ബ്ലറിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ നമ്മുടെ ലൈറ്റ് അറൗണ്ട് ഒരു ഹാലോ അപ്പിയറൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻലി പെരിഫറൽ വിഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വാട്ട് ആർ മെയിൻ ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ? മെയിൻ ആയിട്ട് ഗ്ലൂക്കോമയ്ക്കുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഉണ്ട്, ക്ലോസ് ആംഗിൾ ഗ്ലൂക്കോമ ഉണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ നോർമലി കണ്ടുവരുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനും നോർമലി കണ്ടുവരുന്ന ഗ്ലൂക്കോമയാണ് എന്താ? ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർലി ഉള്ള പ്രൊഡക്ഷൻ കാരണമാണ്. എന്താ കാണുന്നുണ്ടോ നിങ്ങളുടെ സ്ലൈഡ്? യെസ്, അപ്പോൾ മെയിൻ ആയിട്ടും ഗ്ലോക്കോമയ്ക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയും വരുന്നുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ടൈപ്പാണ് എന്താ? ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻലി നമ്മുടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി നാരോ ആംഗിൾ ഗ്ലോക്കോമ ആണ്. ഇത് ലെസ് കോമൺ ആയിട്ടുള്ള ഗ്ലോക്കോമ ആണ്. ഇതെന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ നമ്മുടെ ഐറിസിന്റെയും കോർണിയയിലെയും ഇടയ്ക്കുള്ള ആംഗിൾസിനെ നാരോ ആക്കുകയാണ് എന്താ? ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പുവർ ഡ്രെയിനേജ്, നമ്മുടെ അക്യോസ് ഹ്യൂമറിലോട്ടുള്ള ഡ്രെയിനേജ് കുറയുന്നത് കാരണമാണ് എന്താ? ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും 2 ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ പഠിപ്പിച്ചു. വാട്ട് ആർ ദ മെയിൻ 2 ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ? എല്ലാവരും ആൻസേഴ്സ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. വാട്ട് ആർ ദ മെയിൻ 2 ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ?
What are the main types of glaucoma? Yes, very good. Yes, very good. യെസ്, നമ്മൾ രണ്ട് ടൈപ്സ് ഓഫ് ഗ്ലുക്കോമയാണ് പഠിപ്പിച്ചത്. ഓപ്പൺ ആംഗിൾ ഗ്ലുക്കോമയുണ്ട്, ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമയുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലുക്കോമ എന്ന് പറഞ്ഞാൽ നോർമലി കാണപ്പെടുന്ന ഗ്ലുക്കോമയാണ് എന്താ ഓപ്പൺ ആംഗിൾ ഗ്ലുക്കോമ എന്ന് പറഞ്ഞാൽ. ദെൻ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ എന്ന് അത് മെയിനായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ഓവർ പ്രൊഡക്ഷൻ കാരണമാണ് എന്താ ഓപ്പൺ ആംഗിൾ ഗ്ലുക്കോമ ഉണ്ടാകുന്നത്. ദെൻ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും ലെസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. ഈ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐറിസിന്റെയും അതുപോലെ തന്നെ കോർണിയയിലെയും ഇടയ്ക്കുള്ള ആംഗിൾസിനെ നേരോ ആക്കുന്നത് കാരണമാണ് നേരോ ആക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ അക്യൂസ് ഹ്യൂമറിലോട്ടുള്ള ലൈക്ക് ഡ്രെയിനേജിനെ പ്യൂർ ആക്കും. ദെൻ വാട്ട് ഇസ് ദ ഡയഗ്നോസിസ് വി ആർ ഡൺ ടു ദി ഡയഗ്നോസിസ് വി ആർ ഡൺ. യെസ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്ലോക്കോമ ഉണ്ടെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ദെൻ ടോണോമെട്രി നമ്മൾ ചെയ്യാറുണ്ട്. വാട്ട് മീൻ ബൈ ടോണോമെട്രി? ടോണോമെട്രി എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചോ അല്ലേ? നമ്മുടെ ഐ പ്രഷർ എത്രയുണ്ടെന്നുള്ള കാര്യം നോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ടോണോമെട്രി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് വെതർ എന്തെങ്കിലും പെരിഫറൽ വിഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ വാട്ട് ആർ ദ മാനേജ്മെന്റ് വി ആർ ഡൺ ടു ദ പേഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ മൈറ്റോസ് ഇതൊക്കെ മയോട്ടിക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ടാബുലോപ്ലാസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇർഡോട്ടമി ചെയ്യാറുണ്ട്. ഐറോട്ടമി നമ്മൾ ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മൾ 3 മാനേജ്മെന്റ് നമ്മൾ പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടാബിക്കുലോപ്ലാസ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഐറോട്ടമി നമ്മുടെ ലൈക്ക് ഐറിസിൽ ചെറിയൊരു ഓക്സിജൻ ലൈക്ക് ഓപ്പണിംഗ് ചെയ്ത് നമ്മൾ ഐറോട്ടമി പ്രൊസീജിയർ ചെയ്യാറുണ്ട്. ദെൻ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് നമ്മൾ നഴ്സിംഗ് ആസ് എ നേഴ്സ് നമ്മൾ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ദെൻ നമ്മൾ അക്യൂട്ട് ഗ്ലോമ ലൈക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് എന്നുള്ള കാര്യം നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ലൈഫ് ലോങ് മെഡിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഗ്ലോക്കോമയ്ക്കകത്ത് വരുന്നത്. ഗ്ലോക്കോമ ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പോർഷൻസ് പഠിപ്പിക്കാം. ഗ്ലോക്കോമ ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? any doubts regarding glaucoma? Any doubts? Any doubts regarding glaucoma? ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. അപ്പം നാളെയോട് കൂടി മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ENT പോർഷൻസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിൾ നോട്ട്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഈ സിമ്പിൾ നോട്ട്സ് നിങ്ങൾ വളരെ നല്ല രീതിക്ക് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക. കാരണം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണോ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും പഠിച്ച് മുന്നോട്ട് പോവുക. ഞാനൊരു 5 മിനിറ്റ്സും കൂടി എടുക്കുകയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പേര് വിളിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുക. ലിജ, രശ്മി, ഐശ്വര്യ, നിമ, ഗീതു, ലിനി, അരുണ പ്രവീൺ. ഡ്യൂട്ടിയിലാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടിയിലാണെന്നുള്ള കാര്യം ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. മഞ്ജു, മിന്റു, ശരണ്യ, രശ്മി ആർ ഓഡിബിൾ ആണോ? അതേഴ്സ് റൈസ് യുവർ ഹാൻഡ്സ്. രശ്മി ഓഡിബിൾ ആണോ? ഓക്കെ ഫൈൻ. മഞ്ജു, രശ്മി പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ മോളെ. ഗീതു ഓഡിബിൾ ആണോ? ഗീതു മോഹൻ. ഗീതു ഓഡിബിൾ ആണോ? ഹലോ. മിന്റു കൃഷ്ണ ഓഡിബിൾ ആണോ?
Mintu Yes, ma'am. into normal IOP എത്രയാ വരുന്നത്? normal values of normal IOP 10 to 21 mmHg. yes very good Mintu. Others answers in the chat box. എല്ലാവരും മിന്റുവിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഐശ്വര്യ ഓഡിബിൾ ആണോ മോളെ? ഐശ്വര്യ യെസ് ഐശ്വര്യ, കാറ്ററാക്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് എന്ത് പൊസിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? കാറ്ററാക്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് നമ്മൾ ഏത് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ശരണ്യ ഓഡിബിൾ ആണോ? ശരണ്യ സഹദേവ് ഓഡിബിൾ ആണോ? ശരണ്യ, നമ്മൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഏത് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്ത ആംഗിളിൽ. യെസ് വെരി ഗുഡ് ശരണ്യ. അതേഴ്സ് ആൻസേഴ്സ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് GSSന്റെ എക്സാംസ് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്പിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. എല്ലാവരും GSSറ്റും എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതുക. എല്ലാവരും നല്ല സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ എനർജറ്റിക് വേയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക. മേ ബി നാളെയും മൺഡേയും കൊണ്ട് നമ്മുടെ ENT സിസ്റ്റം ഫുള്ളി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള ഓരോ ദിവസവും വളരെ ക്രൂഷ്യലാണ്. എല്ലാവരും വളരെ എനർജറ്റിക് വേയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഗുഡ് നൈറ്റ് ഡിയേഴ്സ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.